ഹായ് ഹലോ നമസ്കാരം. പോപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻകുളം വൃത്തിയാക്കാൻ പോവാം. മീൻകുളം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷ ഉണ്ടാകും വലിയ മീൻകുളമായിരിക്കും അല്ലേ? അല്ല, ഒരു കുഞ്ഞു മീൻകുളം, ഒരു 10-40 മീനിനെ വളർത്താൻ പറ്റിയൊരു മീൻകുളം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് മീൻകുളത്തിലേക്കുള്ള വഴി. മീൻകുളത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അധികമൊന്നും പോകണ്ട, വീടിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടിതാ ഒരു ചെറിയൊരു കുളം. ഇതാണ് ഞങ്ങളുടെ ചെറിയ മീൻകുളം. ഈ വെള്ളമാണ് ഇനി വറ്റിക്കേണ്ടത്. കാണുന്നുണ്ടോ? ഇത് മൊത്തം കറുപ്പ് കളറായിപ്പോയി. ഇത് രാവിലെ ഞാൻ മീൻ തീറ്റിട്ട് കൊടുത്താൽ കുറേയൊക്കെ തിന്നു. ഇനി പൈപ്പ് എടുക്കണം, വെള്ളം വലിച്ച് കളയണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ നെറ്റങ്ങ് അപ്പുറത്തേക്ക് മറിച്ചിടാം. ഈ നെറ്റിന് വലിയ പൈസ ഒന്നും കൊടുത്തില്ല, അതിപ്പോൾ അവിടെ 100 രൂപ നെറ്റായത്. ഇതാകുമ്പോൾ തൂക്കി കിട്ടും. ഞാൻ നേരത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വെള്ളം എടുക്കുന്ന പൈപ്പാണ്. അപ്പോൾ ഇതിട്ടാൽ പെട്ടെന്ന് തീരുമൊന്നുമില്ല, എന്നാലും കുറേയൊക്കെ വെള്ളം വലിഞ്ഞു പോകാൻ. ഞാൻ ഇവിടെ ഇന്നാൾ കവുങ്ങ് കട്ടിയിട്ടാണ്, അതിനകത്ത് കുറച്ചൊക്കെ വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ പൈപ്പാണ് നല്ലത്. കോരിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ചെറിയ പൈപ്പിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടേക്കാം. അപ്പോൾ വലിഞ്ഞു പോകുന്നത് ഇച്ചിരി സമയം പിടിക്കും, എന്നാലും കുഴപ്പമില്ല, ഇതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ കവുങ്ങിനകത്തല്ല, ഈ കവുങ്ങിന് ചുവട്ടിലേക്ക് വെള്ളം പൊക്കോളും. ഇപ്പോൾ വെള്ളം പൈപ്പിനകത്ത് ആയിട്ടുണ്ട്, ഇത് ഒഴിച്ച് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം, വരുവാണെങ്കിൽ ഭാഗ്യം. ഭാഗ്യത്തിന് പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം പിടിക്കും. പൈപ്പിൽ കൂടെ പരമാവധി വെള്ളം വലിഞ്ഞു പോയി കുളത്തിത്തെ. ഇനിയിപ്പോൾ അതിലൂടെ ഉള്ള വെള്ളം പോക്ക് നിന്നു. ഇനി ബക്കറ്റിന് കോരിക്കളയിലുള്ള മാർഗം. അപ്പോൾ കുളം ഏതാണ്ട് വറ്റി. ഇനിയിപ്പോൾ മീൻ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് ബക്കറ്റിലാക്കിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കാം. വായിലേക്ക് തെറിപ്പിക്കലോ. അപ്പോൾ വെള്ളമെല്ലാം പറ്റി. ഇനി ഇതിനകത്ത് കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഈ സംഭവം കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി. അതുമാത്രമല്ല, അതിൽ ഇതിനിടയ്ക്ക് കല്ലുകളുണ്ട്. അരവൺ നിശാൻ്റെ പണി. അവൻ ഇതിൻ്റെ വക്കത്ത് വന്നിരുന്നിട്ട് തീറ്റ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ കല്ല് വാരി അങ്ങനെ. ഇത് അവസാനം കഴുകുമ്പോൾ എനിക്ക് തന്നെ പണി കിട്ടുക. കുളത്തിൻ്റെ പരിപാടി ഏതാണ്ട് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പൈപ്പ് ഓണാക്കി വെള്ളം പിടിച്ച് സെറ്റാക്കുക, മീനിനെടുത്ത് അതിനകത്ത് ഇടുക.
ഞാൻ നേരത്തെ കുളമെല്ലാം വൃത്തിയാക്കിയിട്ട് വെള്ളം നിറയാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പെല്ലാം ഇട്ടിട്ട് പോയതാ. ചോറെല്ലാം കഴിച്ച് വന്നിട്ട് ആകുമ്പോഴത്തേനും കുളം നിറയല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുളത്തിൻ്റെ കോല ഇതുപോലെ ആയിപ്പോയി, മൊത്തം കലക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പിന്നെയും 2ാം പണി ആവില്ലേ, അതിനകത്ത് തന്നെ ഇട്ടേക്കാന്ന്. ഇനി മീനെ പിടിച്ച് അതിനകത്ത് ഇട്ടേക്കാം. മീനിനെ ഇനിയിപ്പോൾ ഇതിനകത്ത് കാണാൻ നടക്കൂല, സംഭവം വെള്ളമെല്ലാം കലങ്ങിയിട്ടുള്ള. ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുക, അടുത്ത വൃത്തിയാക്കലിന് ഇത് കാണാൻ പറ്റുള്ളൂ മീനിനൊക്കെ. ഇനി എന്തായാലും 2 മാസം കൂടുമ്പോൾ നമ്മൾ എന്തായാലും വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ നടക്കുള്ളൂ. 2 മാസം കൂടുമ്പോൾ വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ മീനിന് തീറ്റ കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തീറ്റ മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറമ്പിൽ ചേമ്പൊക്കെ ഉണ്ടാവില്ലേ, ചേമ്പൊക്കെ ആണെങ്കിൽ ചേമ്പിൻ്റെ ചപ്പൊക്കെ ആകുമ്പോൾ അതായാലും കൊടുത്താൽ മതി. പിന്നെ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് മാത്രം അവിടുന്ന് തീറ്റ അവർ തരും. അപ്പോൾ അത് ഇട്ട് കൊടുക്കും. ഒരു പ്രായം ആകുമ്പോഴത്തേനും ചേമ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ കപ്പേൻ്റെ ചപ്പൊക്കെ കൊടുക്കുന്നത് പറയുന്നത് എനിക്കറിയില്ല. അത് ഞാൻ ചേമ്പിൻ്റെ ഇലയൊക്കെ കൊടുക്കാറുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.